3.3 question number 9 ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. In the above figure, both risk and clue are parallelograms. Find the value of x. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇവിടെ രണ്ട് പാരലോഗ്രംസ് ആണ് തന്നിട്ടുള്ളത്. ഇവിടെ രണ്ട് പാരലോഗ്രംസ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് റിസ്ക് ആൻഡ് ക്ലൂ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ റിസ്ക് എന്ന് പറയുന്നത് ഇതാണ് ഒരു പാരലോഗ്രാം RISK. ഓക്കെ, RISK എന്ന് പറഞ്ഞ ഒരു പാരലോഗ്രാം ഉണ്ട്. ദെൻ CLUE എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പാരലോഗ്രാം ഉണ്ട്. അങ്ങനെ രണ്ട് പാരലോഗ്രാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫിഗർ ആണ് തന്നിട്ടുള്ളത്. ഇതിലിതാ ഇവിടെ കിടക്കുന്ന എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ട് പാരലോഗ്രാം തന്നിട്ടുണ്ട്. ആ രണ്ട് പാരലോഗ്രത്തിനകത്ത് എക്സ് എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, എക്സ് എന്ന ആംഗിൾ മെഷർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു യുണീക്ക് മെത്തേഡ് ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് എവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഈ വാല്യൂ സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ ആ രീതിയിൽ നിങ്ങൾ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാം. ഇവിടെ ഏത് പ്രോപ്പർട്ടീസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്? പാരലോഗ്രത്തിന്റെ പ്രോപ്പർട്ടീസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ എക്സ് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഐഡിയ എന്താണ് സ്ട്രൈക്ക് ചെയ്യുന്നത് ആ ഐഡിയയിലൂടെ നിങ്ങൾ പോവാം. അപ്പൊ ഞാനിവിടെ പറഞ്ഞു തരുന്ന ഐഡിയ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇത് ഏത് രീതിയിൽ സോൾവ് ചെയ്തെടുക്കാൻ പറ്റുമോ ആ രീതിയിൽ നിങ്ങൾ സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് അപ്പൊ 9th ക്വസ്റ്റിന്റെ സൊല്യൂഷൻ ഞാൻ രണ്ട് മെത്തേഡിലൂടെയാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പൊ ഫസ്റ്റ് മെത്തേഡാണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾക്ക് ഒരു യുണീക്ക് മെത്തേഡിലൂടെ പോകണമെന്നില്ല. നിങ്ങളുടേതായ രീതിയിൽ പ്രോപ്പർട്ടീസ് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു രണ്ട് മെത്തേഡ് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാല് നമുക്കിവിടെ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാനിവിടെ ഈ ഒരു ആംഗിളിന് ആംഗിൾ 1 എന്ന് പേര് കൊടുത്തു. ഓക്കെ, ദെൻ ഇവിടെയുള്ള ഈ ആംഗിളിന് ആംഗിൾ 2 എന്ന് പേര് കൊടുത്തു. ദെൻ ഈ ചെറിയ ആംഗിളിന് ആംഗിൾ 3 എന്നും പേര് കൊടുത്തു. ഓക്കെ, അപ്പൊ മൂന്ന് ആംഗിളിന് ഞാൻ മൂന്ന് പേരാണ് കൊടുത്തിട്ടുള്ളത്. ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 3. ക്ലിയർ ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് കൊടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആംഗിൾ 1, ആംഗിൾ 2 ആൻഡ് ആംഗിൾ 3. ക്ലിയർ ആണല്ലോ. അപ്പൊ ആദ്യം ഞാനിവിടെ ആംഗിൾ 1 ആണ് കൺസിഡർ ചെയ്യുന്നത്. അഗൈൻ ഞാനിവിടെ എഴുതാണ്. ഈ ഒരു ആംഗിളിന് ആംഗിൾ 1 എന്ന് കൊടുത്തു. ഇനി ആംഗിൾ 1 എന്ന് പറയുന്നത് ഈക്വൽ ടു ആംഗിൾ K ആണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. RISK റിസ്ക് എന്ന പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ 1ഉം ആംഗിൾ Kയും. സോ ആംഗിൾ 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആംഗിൾ 1 is equal to 120 ഡിഗ്രി. എങ്ങനെയാണ് മനസ്സിലായത്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം റിസ്ക് അതെന്താണ്? സെയിം ആണ്. സോ നമ്മൾ എന്ത് എഴുതി? ആംഗിൾ 1 is equal to ആംഗിൾ K എന്ന് എഴുതി. സോ നമുക്ക് കിട്ടിയ ആംഗിൾ 1 എത്രയാണ്? 120 ഡിഗ്രി. ഇനി നെക്സ്റ്റ് ആംഗിൾ ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ആംഗിൾ ആണ്. ഈ ആംഗിളിന് ഞാൻ ആംഗിൾ 2 എന്നാണ് കൊടുത്തത്. ഓക്കെ, അപ്പൊ ഇത് നോക്കി ഇവിടെ ഒരു ലീനിയർ പെയർ ഫോം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു ലീനിയർ പെയർ ഫോം ചെയ്യുന്നുണ്ട്. ഇത് ആംഗിൾ 1, ഇത് ആംഗിൾ 2. ഇവിടെ ഒരു ലീനിയർ പെയർ ഫോം ചെയ്യുന്നുണ്ട്. സോ നമുക്കറിയാം ഇത് 120. ആംഗിൾ 1 എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ 2 നമുക്ക് കണ്ടുപിടിക്കാലോ. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാണ്? ലീനിയർ പെയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ 1 എത്രയാണ്? ആംഗിൾ 1 120 ഡിഗ്രി ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ 1 120 പ്ലസ് ആംഗിൾ 2 ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. സോ നമുക്ക് ആംഗിൾ 2 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. അപ്പൊ ആംഗിൾ 2ന്റെ വാല്യൂ നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത്? 60 ഡിഗ്രി. ക്ലിയർ ആണല്ലോ.
അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് ആംഗിൾ 1 ആണ്, ദെൻ ആംഗിൾ 2. ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ആംഗിൾ 3. ആംഗിൾ 3 എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ആംഗിൾ 2 എന്ന് മാർക്ക് ചെയ്തൊന്ന് മാച്ച് കളയാണ് കേട്ടോ. ശ്രദ്ധിക്കാം. ആംഗിൾ 2 എന്നുള്ളത് ഒന്ന് മാച്ചിട്ട് അവിടെ ഓക്കെ. ഇനി നമ്മൾ ആംഗിൾ 1 കണ്ടുപിടിച്ചു, ആംഗിൾ 2 കണ്ടുപിടിച്ചു, ആംഗിൾ 3 ഇനി നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആംഗിൾ 3 ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്യാൻ പോണത് ഇതാ ഇതിന്, ഈ ആംഗിളിനെയാണ് ആംഗിൾ 3 ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആംഗിൾ 3 ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഈ ആംഗിൾ 3 എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നത്? ആംഗിൾ 3 ഇസ് ഈക്വൽ ടു ആംഗിൾ 3 ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഈ ആംഗിൾ, ഇതാണ് ആംഗിൾ 3 എന്ന് പറയുന്നത്, ഇതും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ സെയിം. കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? ആംഗിൾ 3 എന്ന് പറയുന്നത് 70 ഡിഗ്രി ആണ്. കിട്ടിയല്ലോ, ആംഗിൾ 3 70 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്, ഇപ്പൊ ഇത്രയും വരെയുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയെടുക്കുക. ദെൻ നോക്കാം. അപ്പോൾ ഇതാണ് ആംഗിൾ 1 എന്ന് പറയുന്നത്. ദെൻ ഇത് ആംഗിൾ 2, ഇത് ആംഗിൾ 3. ഇനി നമ്മൾ ഇവിടെ ഒരു ആംഗിൾ 4ഉം കൂടെ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ 4ന്റെ വാല്യൂ ആണ്. ഓക്കെ, ആംഗിൾ 4 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ആംഗിൾ 2ഉം ആംഗിൾ 3യും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആംഗിൾ 2 നമുക്ക് എത്ര കിട്ടി? 60 ഡിഗ്രി എന്ന് കിട്ടി ഇല്ലേ? ആംഗിൾ 2 ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ 3 ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി കിട്ടി. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ എന്നുള്ള പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് ദെൻ ആംഗിൾ 4 കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കാം, ഈ ആംഗിൾ 2, ആംഗിൾ 3, ആംഗിൾ 4 എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് ആണ്. സോ നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾ 4 കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നോക്കാം. ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. എന്താണ്? ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. ആംഗിൾ സം പ്രോപ്പർട്ടി. ഓക്കെ, ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ അനുസരിച്ചിട്ട് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അപ്പോൾ ആംഗിൾ 2ഉം ആംഗിൾ 3യും നമുക്കറിയാം. അപ്പം അതിൽ നിന്ന് 4 നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ആംഗിൾ 2 എത്രയാണ്? 70 ഡിഗ്രി പ്ലസ് ആംഗിൾ 4 ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. സോ ആംഗിൾ 4 ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 60 പ്ലസ് 70 ഡിഗ്രി എത്രയാണ്? 130 ഡിഗ്രി. ദ ആൻസർ ഈസ് 50 ഡിഗ്രി. ഓക്കെ, അപ്പൊ ആംഗിൾ 4 എത്രയാണ് കിട്ടിയത്? 50 ഡിഗ്രി എന്നാണ് കിട്ടിയത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ആംഗിൾ 4 നമുക്ക് എത്ര കിട്ടി? 50 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ആംഗിൾ 4 എന്ന് പറയുന്നത്, ഇതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ, ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ എക്സ് ആണ്. എന്തുകൊണ്ടാണ് അത് ഈക്വൽ ആയത്? ആംഗിൾ 4 ഇസ് ഈക്വൽ ടു ആംഗിൾ എക്സ് ആണ്. അതായത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓക്കെ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എക്സ് ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു. അതിനാണ് നമ്മൾ ഇത്രയും മെത്തേഡ് ഫോളോ ചെയ്തത്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. വെർട്ടിക്കലി ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഇതാ രണ്ട് ലൈൻസ് ഇതാ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. ഈ ആംഗിളും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, ഈക്വൽ ആയിരിക്കും. അപ്പൊ അതുപോലെയാണല്ലോ ഇവിടെ ഉള്ളത്. ഇതാ ഈ ആംഗിളും എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ആംഗിൾ 4 ഇസ് ഈക്വൽ ടു ആംഗിൾ എസ് എന്ന് പറയുന്നത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ദേ ആർ ഈക്വൽ. സോ ആംഗിൾ എക്സ് ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി.
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് ഒരു മെത്തേഡ്. ഈ മെത്തേഡ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇവിടെ ഈ ആംഗിളിന് ആംഗിൾ 1 എന്ന് കൊടുത്തു, ആംഗിൾ 2 എന്ന് കൊടുത്തു, ഇവിടെ ആംഗിൾ 3, ദെൻ ഇവിടെ ആംഗിൾ 4. ദെൻ ഇത് ഓരോന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ ആംഗിൾ 1 കണ്ടുപിടിച്ചു. എങ്ങനെ? ഒപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം എന്ന പ്രോപ്പർട്ടി അനുസരിച്ചിട്ട്. ആംഗിൾ 2 കണ്ടുപിടിച്ചത് ലീനിയർ പെയർ എന്നുള്ള പ്രോപ്പർട്ടി അനുസരിച്ചിട്ട്. ആംഗിൾ 3 കണ്ടുപിടിച്ചത് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നുള്ള പ്രോപ്പർട്ടി അനുസരിച്ചിട്ട്. ഇത് ഈ ആംഗിളും ആംഗിൾ 3യും ഈക്വൽ ആണ്. സോ കറസ്പോണ്ടിങ് ആംഗിൾ എന്നുള്ള പ്രോപ്പർട്ടി അനുസരിച്ചിട്ടാണ് അത് കണ്ടുപിടിച്ചത്. ദെൻ ആംഗിൾ 4 കണ്ടുപിടിച്ചത് ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ എന്നുള്ള പ്രോപ്പർട്ടി അനുസരിച്ചിട്ടാണ് ആംഗിൾ 4 കണ്ടുപിടിച്ചത്. ദെൻ ആംഗിൾ എക്സ് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന പ്രോപ്പർട്ടി അനുസരിച്ചിട്ട്. നിങ്ങൾക്ക് ഈ പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതൊരു മെത്തേഡാണ്. ഇനി നെക്സ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം. ഇനി മെത്തേഡ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെത്തേഡ് 2-നകത്ത് പറയുന്നത് ആംഗിൾ കെ പ്ലസ് ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. എന്തുകൊണ്ടാണ്? adjacent ആംഗിൾസ് ആണ്. adjacent ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ സപ്ലിമെന്ററി. ആ ഒരു റൂൾ അനുസരിച്ചിട്ട് ആംഗിൾ കെയും ആംഗിൾ ആറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. ആംഗിൾ കെ എത്രയാണ്? 120 ഡിഗ്രിയാണ്. പ്ലസ് ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. സോ നമുക്ക് എന്ത് കിട്ടാം? ഇതിൽ നിന്ന് ആംഗിൾ ആർ എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി. സോ നമുക്ക് ആൻസർ 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ ആർ എത്ര കിട്ടി? നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? ദെൻ നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു ആംഗിൾ SIL. ഏതാണ് SIL? ഇതാണ് SIL, ഈ ആംഗിൾ. ക്ലിയർ ആണല്ലോ? അപ്പൊ ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു SIL ആണ്. എങ്ങനെയാണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഏത് പ്രോപ്പർട്ടി അനുസരിച്ചിട്ടാണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നുള്ള പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് ആംഗിൾ ആറും ആംഗിൾ SILഉം ഈക്വൽ ആണ്. സോ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? 60 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് ആംഗിൾ ECR ആൻഡ് ആംഗിൾ L. ആംഗിൾ L എന്ന് പറയുന്നത് ഇതാണ്. ECR എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ്. ഓക്കെ, ഏതാണ്? ECR. ഓക്കെ, ഈ ആംഗിൾ ECR. ഈ ആംഗിളും ആംഗിൾ Lഉം ഈക്വൽ ആണ്. എങ്ങനെയാണ്? സെയിം റൂൾ തന്നെ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ എന്നുള്ള റൂൾ അനുസരിച്ചിട്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ECR എന്നുള്ളത് ഇത് മനസ്സിലായി. ആംഗിൾ ഏതാന്ന് മനസ്സിലായില്ലേ? ഒന്നും കൂടെ വേണമെങ്കിൽ ക്ലിയർ ആയിട്ട് ചെയ്തുതരാം. ഓക്കെ, ഇതാണ് ECR, ഈ ആംഗിൾ. ഈ ആംഗിളും ഈ L എന്നുള്ള ആംഗിളും ഈക്വൽ ആണ്. എങ്ങനെയാണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ ECR എന്ന് പറയുന്നത് എന്താ കിട്ടുക? ആംഗിൾ ECR എന്ന് പറയുന്നത് 70 ഡിഗ്രി ആണ്. ഓക്കെ, ആംഗിൾ ആറും ആംഗിൾ SIL എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ്. ഈ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. അപ്പൊ ആംഗിൾ SIL എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ SIL 60 ഡിഗ്രി, ആംഗിൾ ആറ് എന്താണ്? ആംഗിൾ SIL 60 ഡിഗ്രി, ആംഗിൾ ECR 70 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാലോ. ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാലോ അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ആ ആംഗിൾ എത്രയായിരിക്കും? ആ ആംഗിളും ഈ എക്സും ഇത് എക്സ് തന്നെയാണ്. എങ്ങനെയാ വരുന്നത്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. സോ ഇവിടെ എക്സ് ആണെങ്കിൽ ഈ ആംഗിളും എക്സ് ആയിരിക്കും. അപ്പോൾ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എ ട്രയാംഗിൾ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് പ്ലസ് ആംഗിൾ
SIL plus angle ECR is equal to 180 degree. Angles and property of triangle. So നമുക്ക് ഇതിൽ x മാത്രമാണ് അറിയാത്തത്. SIL എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്, ഇവിടെ 70 ഡിഗ്രി ആണ്. സോ 180 ഡിഗ്രി. x is equal to 180 minus 130 is equal to 50 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇതും ഈസി മെത്തേഡാണ്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് ഈ ആംഗിൾ എക്സ് വന്നതെന്ന് മനസ്സിലായോ? ഇവിടെ എക്സ് വന്നത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. രണ്ട് ലൈൻസ് ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെയും എക്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിന്റെ കേസിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ എക്സ് കണ്ടുപിടിച്ചത്. ഈ എക്സ് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ.